ഗോപൻ എന്നാ അമ്മ വരുന്നേ? അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് വരുമെന്ന് അവൻ എഴുതിയേക്കുന്നേ. അവന്റെ കാര്യമല്ലേ, വന്നാ വന്നു എന്ന് പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്, വരുന്നെങ്കിൽ എന്റെ പിറന്നാളിന് മുമ്പ് വന്നോണമെന്ന്. അതുപോലെ 1 മാസമെങ്കിലും നിൽക്കാൻ സാവകാശം ഉണ്ടെങ്കിൽ വന്നാ മതിയെന്നും. 1 മാസമൊക്കെ അവർക്ക് നിൽക്കാൻ പറ്റുമോന്ന് കണ്ടു തന്നെ അറിയണം. ആ, എന്താ നിന്നാല് അത്രയും കുറച്ച് മതി മരുഭൂമി കടന്നുള്ള സുഖമെടുപ്പ്. ആ ആ ഹായ് സ്വീറ്റ്. മോക്ക് ഇഷ്ടമായോ? നല്ല പാൽപായസത്തിന്റെ രുചി ഇതൊന്നും അല്ല. മോള് അമ്പലപ്പുഴ പാൽപായസം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആ, അത് കുടിക്കണം. മോള് പോന്നതിന് മുമ്പ് അമ്മ മാളെ വിട്ട് വാങ്ങിപ്പിക്കാം. ഒരു ദിവസം ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വരണേടി. ആ എടാ, നിനക്ക് ഇലയെ വിളമ്പട്ടെ? ഓഹോ. ഋതുവിന്റെ താഴെയുള്ള കുട്ടിയുടെ പേരെന്താ അമ്മൂമ്മേ? ഇടാ നാരായണൻകുട്ടി, നീ ഇത് കേട്ടോ? അവിടെ അനിയത്തിയുടെ പേരാ അവള് ചോദിക്കുന്നേ. ഓ, എന്ത് എടിയടി, ഇത് കേട്ടാത്തൊന്നും നമുക്കങ്ങ് അറിയാവുന്ന. നേര് പറഞ്ഞ എനിക്കും അറിയില്ല. പ്രസവിച്ച ഇടയ്ക്കെങ്ങാണ്ടൊന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടും കൂടിയില്ല. അയ്യോ, നിനക്കും അറിഞ്ഞുകൂടായോ? നിനക്കോ? എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് മാത്രം ഓർമ്മയുണ്ട്. ചിരിക്കൊന്നും വേണ്ട, ഡാഡിക്കും അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാടാ? അറിയാം, പക്ഷേ ഷീനു പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. റിങ്കു. ആ, അത് തന്നെ. റിതുവും റിങ്കുവും ഇപ്പോഴത്തെ ഓരോ പേരുകള്. ഇനി വരട്ടെ, രണ്ടിനും ഞാൻ ഓരോ പുതിയ പേര് കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടിന്റെ പേര് മാറ്റാൻ പോവാ അമ്മൂമ്മ? ആ. എന്താ അമ്മൂമ്മ പുതിയ പേരുകള്? അതൊക്കെ ഉണ്ട്. പറയമ്മൂമ്മേ. വിജയലക്ഷ്മിയും മഹാലക്ഷ്മി. കേൾക്കണ്ട, പെയിന്റ് ചെയ്ത് വീഴും. ഇതിലാരാ മീനു, ആരാ ശീനു? എനിക്ക് എപ്പോഴും തെറ്റും. ചേച്ചിക്ക് ഞാനൊരു എളുപ്പ പണി പറഞ്ഞു തരാം. കണ്ണട വെച്ചവള് മീനു, ഇവള് ശീനു. നാരായണൻകുട്ടിയുടെ ചായ കൂടുതൽ ഇവക്കാ. ഇവക്ക് തള്ളയുടെ ദേഹപ്രകൃതിയാ. കുറെ കഴിയുമ്പോ അതുപോലാവും. ഇവളെ ഈ കോലം കെട്ടിച്ച് ആരുടെ പണിയാ? നിന്റെയാണോ? അതെ, എന്നോട് പറഞ്ഞു. എല്ലാരെയും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ, ഗോപനും പിള്ളേരും ഒക്കെ എന്ന് വരുന്നടി? 30-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് വരണം ചേച്ചി. എന്തായാലും എന്റെ പിറന്നാളിന് ഒരാഴ്ച മുമ്പ് വന്നോണമെന്ന് ഞാൻ അവൻ എഴുതിയിട്ടുണ്ട്. അവന്റെ കൂടെ വരുമല്ലോ 2 എണ്ണം വാല് കുരുത്തത്. എല്ലാം കൂടെ നിനക്ക് നല്ല മേളമായിരിക്കുമല്ലോ ജാനകിക്കുട്ടി. To stay alive, your body starts to shiver, for no mortal can resist the evil of the foreigner. ശബ്ദം കുറയ്ക്കണോ? പെണങ്ങിയോടാ? ദേഷ്യമുണ്ടോടാ? എങ്കി കണ്ണുറക്കടാ. എന്നാ പിന്നെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയത്? എനിക്ക് ബോർ അടിക്കാൻ തുടങ്ങുന്നു മീനു. ഇപ്പോഴേയോ? ആ, നിനക്ക് കൂട്ടിനി ബുക്കുകളെങ്കിലും ഉണ്ട്. ഐ എം ഫീലിംഗ് ബോർഡ്, ലോൺലി. You try to find your own friends here. With whom? With the cows, dogs, chicks, or to this dull-headed shape of a girl? Don't say all that. She's our relative. What of it? രണ്ടുപേരും കൂടി അപ്പുറത്തേക്ക് വരാൻ. എനിക്ക് കഞ്ഞി വേണമെന്ന് ഞാൻ അമ്മമ്മയോട് പറഞ്ഞിരുന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുഡ്. അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്. പാവം. അത്ര പാവനെ എടുത്ത് കൂടെ കിടത്തിക്കോണം. നാരായണൻകുട്ടി, എടാ നാരായണൻകുട്ടി, എടിയടാ, എന്തുറക്കമായത്? മതി മതി ഉറങ്ങിയത്. നാരായണൻകുട്ടി, യാത്രയുടെ ക്ഷീണവോ? അതൊന്നുമല്ല. നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് എന്തോന്ന് യാത്രയുടെ ക്ഷീണം? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് കിടന്നോ.
അവന്റെ ചേച്ചി മാലിനി. എടി മാലിനി. ഓ മാലിനി. ഓ ഇവളെന്നെ കളിപ്പിക്കാൻ വരുന്നടി. ഞാൻ എന്റെ മോളെ വിളിച്ചപ്പോ ഇവളിതേ പമ്മി ഇരുന്ന് വിളി കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോ അമ്മമ്മ ഓരോ ട്രിയോടും എന്തൊക്കെയോ പുറപുറാ പറഞ്ഞുകൊണ്ട് വരുന്നു. ഐ കുഡന്റ് ജസ്റ്റ് ബിലീവ് മൈ ഐസ്. ഓ ആര് പറഞ്ഞു നിന്നോട് ഇത്ര രാവിലെ ഇവിടെ വന്ന് പതുങ്ങിയിരിക്കാൻ? ഇനി ആവട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. മാലിനിന്ന് വിളിച്ചതും ഓ അമ്മമ്മ ഷാക്ക്. ഇവക്ക് ഇന്നത്തേക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യം കിട്ടി. അമ്മയെ വിളിക്കുന്നു. ആ കണ്ടു കഴിഞ്ഞാ തുടങ്ങി. ദാ ഇവിടെ വെച്ചായിരുന്നു അമ്മൂമ്മേനെ വിളിക്കുക. മാലിനി. ഓ അതിനോട് എന്തൊക്കെ പറയുന്ന കേട്ടു. അത് കുട്ടിയുടെ അച്ഛൻ നാരായണൻകുട്ടി. ഇത് അമ്മയുടെ മരിച്ചുപോയ മോളില്ലേ മാലിനി, അവരാ. അതാരുമല്ല, ദാ അത് ഗോപൻ. അപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് പറമ്പില്ല. ഇവരോട് മൂന്നുപേരോടും അമ്മ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എന്ന് സംസാരിക്കോ? എന്നും ഇല്ല. സന്തോഷം കൂടുമ്പോഴും സങ്കടം കൂടുമ്പോഴും അമ്മ ഇവരെ വിളിച്ചു നിർത്തും. പിന്നെ നല്ല രസവാ. ഇറ്റ്സ് ക്യൂരിയസ്. എന്തിനാ ഇതിങ്ങനെ? ഇവരുടെ അച്ഛനുള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പശുവിനെ കുളിപ്പിക്കുന്നത്. അന്ന് പിന്നെ ഇതിനായിട്ടൊരു കുളമുണ്ട്. എല്ലാത്തിനെയും കൂടി അടിച്ചങ്ങോട്ട് ഇറക്കും. പിന്നെ ഒരു പുകില. ഇങ്ങോട്ട് മാറിയിരിക്കുവയ്യേ. ഇവള് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചേന ഇറക്കുമെന്നാ തോന്നുന്നേ. അതിനാ അവളുടെ നിപ്പ്. നാരായണൻകുട്ടിക്ക് അറിയാം പശുവിനെ കുളിപ്പിക്കാനും തെങ്ങ കയറാനും ഒക്കെ. ഗോപന് പശുന്ന് കേട്ടാലേ ഇഷ്ടമല്ല. മാലിനിയായിരുന്നു ആടിന്റെയും പശുവിന്റെയും ഒക്കെ ഒരാള്. അമ്മയ്ക്ക് ഏതായാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. കൊള്ളാം. ഇവരെ എല്ലാം ദിവസം ഒരു നേരം കണ്ടില്ലെങ്കിൽ എനിക്ക് അന്ന് ഏതാണ്ട് പോലെയാ. അന്നൊരിക്കലും അമ്മ കുറച്ചു ദിവസം ബോംബെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിന്നപ്പോ ഇവിടെ എന്നും എഴുത്താ. പശുവിന് എങ്ങനെയുണ്ട്, ആട്ടിന് എങ്ങനെയുണ്ട്, കോഴിക്ക് എങ്ങനെയുണ്ട്. അയ്യോ അയ്യോ അമ്മേ സൂക്ഷിച്ചു. ഇങ്ങോട്ട് വായി. ചെല്ല് ചെല്ല്. എടാ അവളെ തണലെടുത്ത കേട്ടാവേ. ഓ അങ്ങനെയൊന്നുമില്ല. ഇവിടെ 4 ദിവസം നിന്ന് കഴിയുമ്പോ തോന്നും അവിടെ നല്ലതെന്ന്, അവിടെ 4 ദിവസം നിൽക്കുമ്പോ തോന്നും ഇവിടെ നല്ലതെന്ന്. എന്നാലും അവിടെ ആവുമ്പോ എപ്പോഴും ഓരോ കാലം കൊണ്ട് ഓട്ടമല്ലേ. തങ്കച്ചൻ എഴുതാറുണ്ട് അവരുടെ അവിടുത്തെ പാട്. തങ്കച്ചൻ ഏറ്റവും ഇളയനല്ലേ? ഓ എല്ലാവരെക്കാളും ഒടുവിലാ പോയെങ്കിലും ഇപ്പൊ അവനാ എല്ലാവരെക്കാളും ഗോള്. ഇപ്പൊ എവിടെ അവൻ? പ്രവാസിൽ കഴിയുമ്പോ ബേബി ജോർജ് കുട്ടിയും ഷാർജ. ആനി പിന്നെ അങ്ങ് സൗദിയില്ല. അല്ല അവിടെ കെട്ടിയവരും അവിടെ തന്നെയാ. എല്ലാം കൂടെ കുഞ്ഞിന് നല്ല വരുമാനമാണെന്ന് പറ. ഓ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെങ്ങും പഴയ പോലെ പോയിട്ടില്ലെന്നാ പിള്ളേര് പറയുന്നത്. കാശുണ്ടാക്കാൻ ഇപ്പൊ പറ്റിയ സ്ഥലം ഇദ്ദേഹത്തിന്റെ അലിയും കുഞ്ഞിരിക്കുന്ന ഇടമാണെന്ന് അവരുടെ പക്ഷം. ദുബായ്? ഓ ആരാ അത്? ഇവിടുത്തുകാരനല്ല. ഇത് നമ്മുടെ വേണു അല്ലേ? വേണു, എടാ വേണു. ഇത് നമ്മുടെ മാലിനി ചേച്ചിയുടെ മോൻ. തിരുവനന്തപുരത്തുള്ള അത് തന്നെ. ആ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. തന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോടോ. അമ്മാവനൊക്കെ ഇന്ന് വന്നു. ഞങ്ങള് വന്നിട്ട് 2-3 ആയി. നീ വരും ഇവിടെ പറയുന്നത് കേട്ടു. ആ ഇദ്ദേഹത്തിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ സർക്കിട്ടിലാണോ? അവിടെ ഉണ്ട്. ആ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? എന്തോ നിൽക്കുമെന്നായി ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. പിള്ളേര് സംശയം പറഞ്ഞു നീ ആയിരിക്കുമെന്ന്. എങ്ങനെയാ വന്നേ? 3:45 ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ഒന്നുമല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ്. ഇപ്പൊ ശരം വിട്ട പോലെ റോഡ് തോന്നുന്നത് പിന്നെ വിടുന്നതും അറിയാം, എത്തേണ്ട അടുത്ത് എത്തുന്നതും കാണാം. ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടോ. ഓ വരട്ടെ അമ്മേ. ആ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അങ്ങാരെന്റെ മുമ്പിൽ ഇരിക്കുവോ എന്ന്. ഇരുന്നില്ല. ആരാ അമ്മൂമ്മ ഇയാള്? ഇവിടുത്തെ പഴയ കന്നാലിക്കാരൻ. ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ ഇവിടുത്തെ പഴയ കന്നിനെ നോട്ടക്കാരാ. ഇപ്പൊ അതുമെല്ലാം പറഞ്ഞാൽ ഒക്കുവോ?
ഒരു പുരുഷൻ എന്നുള്ളോ വീട്ടിൽ വന്നു കയറിയ ഒരാളെന്നുള്ളതോ വിട്ടുകളാ. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ളൊരു മുഖം എന്നൊരു കൺസിഡറേഷൻ തരാതിരിക്കുന്നത് തരാതിരിക്കുന്നത് തല്ലുകൊള്ളാത്തിന്റെ കുഴപ്പം കൊണ്ടാ. കല്ലാനിങ് വാ. പിന്നെ കളിക്കൊരു ബ്രേക്ക്. ഒരു ബ്രേക്കും ഇല്ല. എടി പെണ്ണേ, എന്റെ മുറി കാണിച്ചേരാൻ നിന്നോട് പറയാൻ അമ്മൂമ്മ പറഞ്ഞത്. അത് കാണിച്ചു തന്നിട്ട് വന്നിരുന്ന് കളിച്ചോ. ഇതൊക്കെ അഴിച്ചിട്ടൊന്ന് ലണ്ടൻ വരെ പോകണം. അതിനു വേണ്ടിട്ടാ. അതാ മുറി കണ്ടോ, വെറുതെ വന്നിരുന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് എന്നെ തോപ്പിക്കാൻ. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ശല്യം ഉണ്ടാകും. നിന്നെ പൊട്ടിക്കും. പോയി റൂം കാണിച്ചു കൊടുത്തിട്ട് വാ ഷീനു. ഇല്ലേലും ഇവിടെ കുഴപ്പവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ അമ്മൂമ്മ മീനു. ഷീനു ഇവിടെ ഒരു കമ്പനി ഇല്ലാതിരുന്ന് ബോറടിച്ച് ചാവുകയാണെന്ന് എനിക്ക് അവിടെ ന്യൂസ് കിട്ടി. അതാ 100 പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നത്. അറിഞ്ഞു. കാലത്ത് പേപ്പർ വായിച്ചു. വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വായ്നോക്കികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്നും കൂടെ റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു. പെണ്ണേ, ഇവിടെ വന്നിരുന്നേ. ഇരിക്കുന്നില്ല. പിടിച്ച് തിന്നാനൊന്നുമല്ല. വേണ്ട. ദേ, എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി പെരുമാറിയാലുണ്ടല്ലോ, ഞാൻ ആള് മാറും. ആള് മാറിയാൽ എങ്ങനെയാ? പിടിച്ചു തിന്നോ? പിന്നെ ഞാൻ മമ്മി